ദ എൻഡ് ഓഫ് ഡി സി എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ്. നമുക്കറിയാവുന്നതാണ് ഡി സി യു എന്താണെന്നുള്ളത്, ഡി സി യുവിലെ സിനിമകൾ എന്തൊക്കെയാണ്, ഡി സി സിനിമകൾ എന്തൊക്കെയാണെന്നുള്ളത്. അവസാനം ഇറങ്ങിയ ഡി സി സിനിമ അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം ആണ്. 2023 ഡിസംബർ 21 ആ ഒരു സിനിമ റിലീസ് ചെയ്തത്. ആ ഒരു സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഡി സിയുടെ എൻഡാണ് എന്നൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നത്. ആക്ച്വലി 2013 തൊട്ട് 10 വർഷം നീണ്ടു 2013 ആദ്യത്തെ ഡി സി സിനിമ, ഡി സി ഒഫീഷ്യൽ മൂവി ആയിട്ടുള്ള സൂപ്പർമാൻ ദ ഒറിജിനൽ മൂവി വരുന്നത്. അതിനുശേഷം 10 വർഷങ്ങളുണ്ട്. 10 വർഷങ്ങൾക്കിടയിൽ 15ഓളം മൂവികൾ, 16 സിനിമകളോളം റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 16 സിനിമകൾക്ക് ശേഷമാണ് ഡി സി അവരുടെ ആ ഒരു എൻഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഇനി ഡി സി സിനിമ റിലീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇനിയുള്ള ഡി സി സിനിമകൾ ഈ ഒരു മോഡിലായിരിക്കില്ല. എനിക്ക് തോന്നുന്നത് ഡി സി അവർ മൊത്തത്തിൽ സിനിമകൾ ഇനി ഡി സി യു എന്നുള്ളൊരു ലേബലിൽ ഇറക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. യൂഷ്വലി ജെയിംസ് ഗണ്ണ് ഇപ്പം ഡയറക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജെയിംസ് ഗണ്ണ് കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സിനിമകളുടെയൊക്കെ ഫ്യൂച്ചർ എന്താണെന്നൊന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല. മേ ബി അത് ചിലപ്പോൾ വന്നേക്കാം. അത് ഇതിനെക്കുറിച്ച് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഈ ഒരു 10 സിനിമകൾ 2013 ഈ ഡി സി എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് ഇറങ്ങുന്ന സമയത്ത് മാർവൽ അവരുടെ പീക്ക് ടൈമിലേക്കാണ്. അവഞ്ചേഴ്സ് 2012 റിലീസായിട്ട് ആ മാർവൽ ഓൾറെഡി സെറ്റാണ്, അവരുടെ ബേസ് സെറ്റാണ്, അവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് കളക്ഷൻ നേടിയ ഹിറ്റുകളിൽ ഒന്നായിട്ടുള്ളതാണ് അവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സിനിമ റിലീസായി നിൽക്കുന്ന സമയത്താണ് ഡി സി ഇങ്ങനൊരു പ്ലാനുമായിട്ട് വരുന്നത്. അതായത് ഡി സി എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാം, മാർവൽ പോലെ തന്നെ കുറേ സിനിമകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. ഡി സി 2013 ഈ ഒരു സിനിമയായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഒരു 10 വർഷം മുതൽ കണ്ടത് മാർവൽ പോലെ ഒരു വലിയ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആക്കി എടുക്കണം ഡി സി എം എന്നുള്ളതാണ്. കാരണം സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ മാർവലിനുള്ള സ്റ്റോറിയിലും കൂടുതൽ, അല്ലെങ്കിൽ അതിനും കോർ സബ്ജക്റ്റ് ഉള്ള സ്റ്റോറികളാണ് ഡി സിക്കുള്ളത്. ഇപ്പോൾ ബാറ്റ്മാൻ ആയാലും സൂപ്പർമാൻ ആയാലും ഫ്ലാഷ് ആയാലും എല്ലാം ഭയങ്കരമായ സാധനങ്ങളാണ്. ഇപ്പം മാർവലൊക്കെ ഒരു ബേസ് സ്റ്റോറിയിൽ നിന്നാണ് ഇത്രയും വലിയ സാധനങ്ങൾ. അതിപ്പം ആ ഒരു പ്രസൻറ്റേഷൻ കൊണ്ടാണ് മാർവൽ ആ ഒരു വലിയ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കിയെടുത്തത്. അല്ലാണ്ട് ഡി സിയുടെ അത്രയും കോർ സബ്ജക്റ്റുള്ള സ്റ്റോറികളൊന്നും മാർവലില്ല എന്നുള്ളത് അതിപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം ഡി സിയുടെ സ്റ്റോറികൾ നമ്മൾ കോമിക്സ് വായിച്ചിട്ടുള്ളവർക്കായാലും സീരീസ് കണ്ടിട്ടുള്ളവർക്കായാലും അറിയാം, അത്രയ്ക്ക് വലിയൊരു സ്റ്റോറി തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈനുള്ള സമയത്ത്, അത്രയും വലിയ ക്യാരക്ടേഴ്സ് ഉള്ള സമയത്ത്, അല്ല സൂപ്പർ ഹീറോസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പ്ലാനിങ്ങുമായിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഫസ്റ്റ് സിനിമയായിട്ടുള്ള ആ ഒരു സൂപ്പർമാൻ ഒറിജിനൽ മൂവി വരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നു. പ്രതീക്ഷ അത്രയൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നു. രണ്ടാമതായിട്ട് വരുന്നത് 2016 ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ ഡോൺ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു ബെൻ അഫ്ലെക്കും നമ്മളെ ഹെൻറി കാവിലുമുള്ള ആ ഒരു സിനിമ വരുന്നു. അതൊക്കെ ഒരു വലിയ വിജയം എന്നൊന്നും, അതായത് അവഞ്ചേഴ്സ് പോലെ അയൺമാൻ പോലെ ഒന്നും വലിയൊരു ഹിറ്റൊന്നും അല്ലായിരുന്നെങ്കിലും ഒരു ആവറേജ് രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് സൂയിസൈഡ് സ്ക്വാഡ് വരുന്നത്. സൂയിസൈഡ് സ്ക്വാഡ് ഒരു ഫസ്റ്റ് സൂയിസൈഡ് സ്ക്വാഡും ഒരു ആവറേജ് നിലയിലാണ് ഇവരുടെ എല്ലാ സിനിമകളും പോകുന്നത്. ഒരു വലിയ ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റുന്ന രീതിയിൽ, അതായത് വാർണർ ബ്രദേഴ്സിന് അവരുടെ മുടക്കിയ മുതലിൻ്റെ ഇരട്ടിയോ മൂന്നിരട്ടിയോ ഒന്നും കിട്ടുന്ന നിലയിലേക്കൊന്നും ഹിറ്റുകൾ പോകുന്നില്ലായിരുന്നു. അങ്ങനെ ആ ഒരു 2014 സൂയിസൈഡ് സ്ക്വാഡ് വന്നതിന് ശേഷം 2017 വണ്ടർ വുമൺ വരുന്നു. ഈ ഒരു സീരീസിൽ അത്യാവശ്യം ഓടിയ സിനിമ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കളക്ഷൻ നേടിയ സിനിമകളിലൊന്നാണ് വണ്ടർ വുമൺ എന്ന് പറയുന്നത്. അതിന് ശേഷം 2017 ജസ്റ്റിസ് ലീഗ് വരുന്നു. അവഞ്ചേഴ്സ് പോലെ ഒരു സാധനം, അതായത് ഡി സിയിലെ ഈ സൂപ്പർ ഹീറോസിനെ എല്ലാം കൊളാബ് ചെയ്തുകൊണ്ടുള്ള സിനിമ. പക്ഷേ അത് അട്ര ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ര ഫ്ലോപ്പായിരുന്നു. അതായത് ഡൈഹാർഡ് ഡി സി ഫാൻസ് വരെ ഈ പുച്ഛിച്ച് തള്ളിയൊരു സിനിമയായിരുന്നു ജസ്റ്റിസ് ലീഗ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ജെയിംസ് ഗൺ ആണെന്ന് തോന്നുന്നത് ഡയറക്റ്റ് ചെയ്തത്. ഐ തിങ്ക് അത് ജെയിംസ് ഗണ്ണാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പം അതൊരു അട്ര ഫ്ലോപ്പാണ്. ആക്ച്വലി അത് സാക്ക് സ്നൈഡർ ഡയറക്റ്റ് ചെയ്തിരുന്ന പടമാണ്, ഡയറക്റ്റ് ചെയ്ത് വെച്ച പടമാണ്. അതിൽ നിന്നൊക്കെ കുറച്ചെടുത്തുകൊണ്ടാണ് ഈ ഒരു സിനിമയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അട്ര ഫ്ലോപ്പ് ആവുന്നു, അത് പോകുന്നു. അതിനുശേഷം 2018 അക്വാമാൻ വരുന്നു. അക്വാമാനും അത്യാവശ്യം കുഴപ്പമില്ലാതെ കളക്ഷൻ നേടുന്നു. ആ ഒരു കംബാക്ക്, അല്ലെങ്കിൽ ഡി സിയുടെ കംബാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകുന്നു. 2019 ഷസാം വരുന്നു. ഷസാം ഒരു വലിയ ഹിറ്റായിരുന്നു. ഷസാം ആ ഒരു ഡി സിയുടെ ആ ഒരു ഫേസ് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലൊക്കെ പോകുന്ന ഒരു സിനിമയായിരുന്നു ഷസാം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളുടെ ഹാർലി ക്വിനെ വെച്ചിട്ട് ബേർഡ്സ് ഓഫ് പ്രേ എന്ന് പറയുന്നൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ വരുന്നു. ഒരു ആവറേജ് അനുഭവം, അല്ലെങ്കിൽ ഒരു ആവറേജ് അഭിപ്രായം മാത്രമാണ് ആ ഒരു സിനിമയ്ക്ക് വരുന്നത്. പിന്നീട് വന്നത് വണ്ടർ വുമൺ 1989 എന്ന് പറയുന്ന സിനിമയാണ്. പക്ഷേ അത് ഫസ്റ്റ് വണ്ടർ വുമൺ അത്രയും ഒരു കളക്ഷൻ നേടാനോ അല്ലെങ്കിൽ അത്രയും ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടാനോ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നീട്
ഈ ഒരു സമയത്താണ് ആ ഒരു സാക്ക് സ്നൈഡറിൻ്റെ ജസ്റ്റിസ് ലീഗ് പെട്ടിയിലിരിപ്പുണ്ട് എന്നുള്ളൊരു ന്യൂസ് വരുന്നതും അതിനെതിരെ പെറ്റീഷൻസ് വരുന്നതും ആ ഒരു സിനിമ റിലീസ് ചെയ്യണം എന്നുള്ള ഒരു എന്താണ് ഭയങ്കരമായ പെറ്റീഷൻസ് ഒക്കെ വരുന്നു, വോട്ടിങ് വരുന്നു, ക്യാമ്പയിൻ വരുന്നു. അങ്ങനെ ഫാൻസിൻ്റെ ഒരു സമ്മർദ്ദം മൂലം അവർക്ക് അവസാനം DC ആ ഒരു സിനിമ റിലീസ് ചെയ്യേണ്ടി വന്നു. അവസാനം ഫൈനലി ജസ്റ്റിസ് ലീഗ് നല്ല ഒരു അഭിപ്രായം, പോസിറ്റീവ് റിവ്യൂ വന്ന ജസ്റ്റിസ് ലീഗ് സ്നൈഡറിൻ്റെ ആയിരുന്നു. ആ ഒരു സ്നൈഡർ കട്ട് എന്ന് പറഞ്ഞത് 3.5 മണിക്കൂറുള്ള ഒരു സിനിമ ഒരു പരാതിയും ഇല്ലാതെ ഫാൻസ് കണ്ടു എന്നുള്ളതാണ്. അത് തിയേറ്റർ റിലീസ് ചെയ്തില്ല, ഇവിടെയൊക്കെ നമുക്ക് തിയേറ്റർ റിലീസ് ഇല്ലായിരുന്നു, നമുക്ക് OTT റിലീസായിരുന്നു. പക്ഷേ ആ ഒരു സിനിമ കണ്ടപ്പോഴാണ് DCയുടെ സിനിമ എന്താണ്, DC കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. പക്ഷേ പിന്നെ സാക്ക് സ്നൈഡർ ആ ഒരു സിനിമ ചെയ്യുന്നില്ല, DCക്ക് വേണ്ടി സിനിമ ചെയ്തില്ല. അതിനുശേഷം 2021 സൂസൈഡ് സ്ക്വാഡ് വന്നു. സൂസൈഡ് സ്ക്വാഡ് 2 വലിയ കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഭയങ്കരമായ അഭിപ്രായം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അതിനുശേഷം 2022 ഭയങ്കര ക്യാമ്പയിനോടുകൂടി ഭയങ്കര ക്യാൻവാസിൽ റോക്കിനെയൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് ആഡം എന്ന് പറഞ്ഞ സിനിമ വരുന്നു. ഈ സിനിമ വന്ന സമയത്ത് ഹെൻറി ക്യാവിലിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് റോക്ക് പോകുന്നു. അങ്ങനെ ഹെൻറി ക്യാവിൽ തിരിച്ചു വരാം, DCയിലേക്ക് തിരിച്ചു വരാമെന്ന് പറയുന്നു. സൂപ്പർമാനായിട്ട് തിരിച്ചു വരുന്നു. ഒരു ക്രെഡിറ്റ് സീനിൽ, ബ്ലാക്ക് ആഡത്തിൻ്റെ ക്രെഡിറ്റ് സീനിൽ തിരിച്ചു വന്ന്, അതായത് വിച്ചറിൻ്റെ ആ ഒരു റോൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് പുള്ളി ഇവിടെ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് 2ാം പക്കം 2 ദിവസം കഴിഞ്ഞപ്പം ജെയിംസ് ഗണ്ണ് പറയുകയാണ് ഇത് ഇനി നടക്കത്തില്ല, ഇനി സൂപ്പർമാനായിട്ട് ഹെൻറി ക്യാവിൽ വേണ്ട എന്നുള്ള സാധനം വരുന്നു. അങ്ങനെ ആ ഒരു റോള് പുള്ളിക്ക് പോകുന്നു. അങ്ങനെ അതും DC ഫാൻസിനിടയ്ക്ക് ഒരു വലിയ തർക്കമൊക്കെ ആവുന്നുണ്ടായിരുന്നു. അതായത് മൊത്തത്തിലൊരു നെഗറ്റീവ് സാധനമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം 2023 അതായത് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ DC സിനിമകൾ ഇറങ്ങിയത്. ഏകദേശം 1, 2, 3, 4 സിനിമ റിലീസായി. അതിൽ ഷസാം ഫ്യൂറി ഓഫ് ദ ഗോഡ് വന്നു, പിന്നെ ദ ഫ്ലാഷ് വന്നു, ബ്ലൂ ബീറ്റിൽ വന്നു, അവസാനം അക്വാമാനും വന്നു. ഇതിൽ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സാധനമായിരുന്നു ഷസാം എന്നുള്ളത്. പക്ഷേ അതൊരു ആവറേജ് സിനിമയായിരുന്നു. ഇതൊന്നും എല്ലാ സിനിമകളും ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് അനുഭവമാണ്. ഇതിൽ അടുത്ത വന്ന ഫ്ലാഷാണ്. ഫ്ലാഷ് ഭയങ്കര പ്രതീക്ഷ. അതായത് ഫ്ലാഷ് എന്താണെന്നുള്ളത് ആ ഒരു ജസ്റ്റിസ് ലീഗ് സ്നൈഡർ കട്ട് നമ്മൾ കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് CGI ഫെയില്യുവർ, സ്റ്റോറി പിന്നെ കുഴപ്പമില്ല, CGI ഫെയില്യുവർ, മേക്കിംഗ് പോരാ, അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലൊരു അതപ്പതിച്ച അവസ്ഥയായിരുന്നു ഈ ഒരു സമയത്ത്. ആ ഒരു ഫ്ലാഷ് വന്ന സമയത്ത് അതായത് സാധാരണ ഓരോ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ, ഇപ്പം മാർവൽ ആയാലും നമ്മളെങ്ങനെയാണ് ഓരോ സിനിമ റിലീസാകുമ്പോഴും അടുത്ത സിനിമ റിലീസാകുമ്പോൾ അതിൻ്റെ കളക്ഷനെ പൊട്ടിക്കണം എന്നുള്ള രീതിയിലാണ് സിനിമകൾ വരുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇപ്പം ഫ്ലാഷ് ഇറങ്ങിയ സമയത്ത് ഫ്ലാഷ് ആയിരുന്നു ഏറ്റവും ലോ കളക്ഷൻ നേടിയ സിനിമ. അത് ഈ ബ്ലൂ ബീറ്റിൽ വന്ന സമയത്ത് ബ്ലൂ ബീറ്റിലായി ഏറ്റവും കളക്ഷൻ കുറവുള്ള സിനിമ. അതിനുശേഷം അക്വാമാൻ വന്നപ്പം അക്വാമാനായി ഏറ്റവും കുറവ് കളക്ഷനുള്ള സിനിമ. അക്വാമാൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അക്വാമാൻ 2 വരുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ്. കാരണം ആദ്യം ആംബർ ഹെഡിൻ്റെ സീൻസ് എല്ലാം കട്ട് ചെയ്തിട്ടാണ് ആ സിനിമ വരുന്നത്. അതിനുശേഷം സിനിമയുടെ സീൻസ് ലോസ്റ്റ് ആയി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വരുന്നു. മൊത്തത്തിൽ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രൊമോഷനും ഇല്ലാതെ വെറുതെ ട്രെയിലർ റിലീസ് ചെയ്യുന്നു. പ്രൊമോഷനേ ഇല്ലാതെ ഏറ്റവും കുറവ് പ്രൊമോഷനോടുകൂടി ഇറങ്ങിയ ഒരു സിനിമയാണ്. അതായത് മൊത്തത്തിൽ DC ഇനി ഒരു വലിയ രക്ഷയില്ല എന്നുള്ള രീതിയിലേക്ക് പോയതുകൊണ്ടായിരിക്കാം അവർ ഒരു വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ ഈ ഒരു അക്വാമാൻ ഇറങ്ങുന്നത്. റേറ്റിംഗ് ആയാലും 38 ഈ ഒരു സിനിമയ്ക്കുള്ളത്. അപ്പം അങ്ങനെ പോകുന്ന ഒരു DCനെയാണ് നമ്മൾ മൊത്തത്തിൽ കണ്ടത്. അതായത് 10 വർഷം കൊണ്ട് അവർ എന്ത് നേടണമെന്ന് വിചാരിച്ചോ നേരെ അതിന് ഓപ്പോസിറ്റാണ് ഈ ഒരു 10 വർഷം കൊണ്ട് DCക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്ത് മാർവൽ ഒരു എൻഡ് ഗെയിം, ഒരു ഫേസ് 4 വരെ ഓരോ സിനിമ റിലീസ് ആകുമ്പോഴും ബെറ്റർ ആയിട്ട് വരികയാണ്. ഇപ്പോഴാണ് കുറച്ച് മോശം സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു ബെറ്റർ കാലഘട്ടമായിരുന്നു മാർവലിനുള്ളത്. ആ ഒരു സമയത്തും DCക്ക് ഒരു ഡാർക്ക് കാലഘട്ടം തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരു സിനിമയും ഇറങ്ങുന്നതൊന്നും ശരിയാവുന്നില്ല, നല്ല ഡയറക്ടർ ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പം ഡയറക്ടറായിട്ട് സ്നൈഡറുണ്ട്, ജെയിംസ് ഗണ്ണുണ്ട്, ജെയിംസ് വാനുണ്ട്, എല്ലാം നല്ല ഡയറക്ടേഴ്സാണ്. ഇതിൽ സ്നൈഡറിനൊരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാകും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്തോ DCയുടെ മാനേജ്മെൻറ്റ് ശരിയാവുന്നില്ല. അങ്ങനെ DC മൊത്തത്തിലൊരു അധപ്പതനം എന്നുള്ള സമയത്ത് എത്തുമ്പോഴാണ് DC പറയുന്നത് ഇനി ഈ ഒരു ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇനി അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു സാധനം. അതായത് ജെയിംസ് ഗണ്ണ് ഡയറക്ടറായിട്ട് വരുന്ന സമയത്താണ് ജെയിംസ് ഗണ്ണ് പറയുന്നത് ഇപ്പോൾ കണ്ട സൂപ്പർ ഹീറോസ് എല്ലാം അക്വാമാനോടുകൂടി തീരുകയാണ്, ഇനിയില്ല എന്നുള്ള ഒരു സാധനം വരുന്നത്. അപ്പോൾ ബ്ലൂ ബീറ്റിൽ ഇൻട്രൊഡക്ഷൻ വരുന്നു. ബ്ലൂ ബീറ്റിൽ പുതിയ ഒരു ഇപ്പം അടുത്ത ഫേസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. പക്ഷേ അതും അധപ്പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടർ വേഴ്സി സിനിമയാണ്. അപ്പോൾ യൂഷ്വലി ഇപ്പം ബ്ലൂ ബീറ്റിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങോ കണ്ട് മറന്ന മാർവലിൻ്റെ സിനിമയെപ്പോലും അതിനേക്കാളും ഫ്ലോപ്പായിട്ടുള്ള CGI കാര്യങ്ങളും വെച്ചിട്ടാണ് ഒരു സിനിമ വരുന്നത്. അങ്ങനെ അത് ഫെയിലിയറായി, അക്വാമാൻ ഫെയിലിയറായി. അങ്ങനെ മൊത്തത്തിലിരിക്കുന്ന സമയത്താണ് ഇവർ എൻഡ് ചെയ്യുകയാണ്.
ഇനിയില്ല എന്നുള്ള ഒരു സാധനം വരുന്നത്. ഇതിപ്പം ഈ ഒരു സീരീസ് എൻഡ് ചെയ്തതാണോ അല്ല ഫേസ് എൻഡ് ചെയ്തതാണോ അതോ മൊത്തത്തിൽ ഡി സി യു എൻഡ് ചെയ്തതാണോ എന്നുള്ളതിനെ പറ്റി അവർ ക്ലാരിറ്റി തന്നിട്ടില്ല എന്നാണ്. ഞാൻ കുറേ ഇടത്ത് നോക്കിയപ്പോഴും ഡി സി യു എൻഡ് ചെയ്യുന്നു എന്നേ അവർ പറയുന്നുള്ളൂ. അപ്പം ഈ ഡി സി സിനിമകളിൽ അപ്പം ഡി സി യു എന്നുള്ള ലേബൽ അല്ലാണ്ട് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ജോക്കർ, ഇപ്പം ബാറ്റ്മാൻ ആയാലും, അതായത് നമ്മളുടെ പുതിയ ബാറ്റ്മാൻ, അതേപോലെ ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ ആ ഒരു ട്രയോളജിയെ കിട്ടുന്ന സാധനമാണ്. പക്ഷേ അത് ഡി സിക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അത് ഡി സിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന സാധനമാണ്. അതുപോലെ ഏറ്റവും നല്ല ബാറ്റ്മാൻ എന്ന് ഏറ്റവും കൂടുതൽ ഫാൻസ് പറയുന്നത് ബെൻ അഫ്ലെക്കിൻ്റെ ബാറ്റ്മാനാണ്. ആ ബാറ്റ്മാൻ ഒരു സ്റ്റാൻഡേർഡ് മൂവി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവർ എക്സ്പ്ലോർ ചെയ്യേണ്ട സാധനങ്ങളെ എക്സ്പ്ലോർ ചെയ്യാതെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഫ്ലാഷൊക്കെ വന്ന സമയത്ത് നമ്മളെന്തോ വലിയ സാധനം വരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ബെൻ അഫ്ലെക്ക് അതിനകത്ത് അപ്പിയർ ചെയ്യുന്നു, വണ്ടർ വുമൺ വരുന്നു, ഗാൽ ഗാഡോട്ട് വരുന്നു. അപ്പോൾ നമ്മളെന്തോ വലിയ സാധനം പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇവർ കൊണ്ടുവന്നിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പോലും തരുന്നില്ല. പിന്നെ എനിക്ക് ഡി സിയിൽ ഏറ്റവും പോരായ്മയായിട്ട് തോന്നിയത് 2023 ഡി സി സിനിമകൾ 3D ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. മാർവൽ എന്നോ 3D, അതായത് അയൺമാൻ തൊട്ട് 3Dയിലാണ് റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും ഡി സി എല്ലാം 2D സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. അതിപ്പം ഫ്ലാഷൊക്കെ 3Dയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ. പക്ഷേ ഒന്നാമത് അതിനകത്ത് CGI ഫെയിലിയർ, അല്ലാണ്ട് സ്റ്റോറി ഇല്ലായ്മ, പിന്നെ പ്രസൻറ്റേഷൻ ഫെയിലിയർ, മൊത്തത്തിലൊരു നെഗറ്റീവ് മാത്രമാണ് ഡി സിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഡി സി എന്ന് പറയുന്നതിനെ കൂടുതൽ അറിയാവുന്നവർക്ക് ഇപ്പോൾ സീരീസ് എടുത്ത് നോക്കിയാലും കോമിക്സ് എടുത്ത് നോക്കിയാലും ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പം ബാറ്റ്മാൻ എന്ന ഒരു സൂപ്പർ ഹീറോയെ മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇപ്പം മൾട്ടിവേഴ്സ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ബാറ്റ്മാൻ, ജോക്കർ, അങ്ങനെ അതേപോലെ തന്നെ റോബിൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സൂപ്പർമാൻ്റെ കുറേ ഉണ്ട്, സൂപ്പർ ഗേളുണ്ട്, വണ്ടർ വുമൻ്റെ സ്റ്റോറി ഉണ്ട്. ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ഇപ്പം ഇപ്പോഴാണ് നമ്മൾ മാർവലിൽ ലോക്കി മൾട്ടിവേഴ്സൊക്കെ വന്നത്. പക്ഷെ അവിടെ ടൈം ട്രാവലും ടൈം റിവേഴ്സലും പിന്നെ റിവേഴ്സ് ഫ്ലാഷും അങ്ങനെ കുറേ സാധനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലുള്ളതാണ്. പക്ഷേ ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഡി സി ശ്രമിക്കുന്നില്ല. ഫാൻസിനെ വേണ്ട രീതിയിൽ കാണുന്നില്ല, അല്ലെങ്കിൽ അവരെ ഫാൻസ് പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഒരു വില കൊടുക്കുന്നില്ല. പക്ക ബിസിനസ്സാണ് എന്നെങ്കിൽ കൂടി ഒരു വില കൊടുക്കാമല്ലോ, അതുപോലും കൊടുക്കാതെയാണ് ഡി സി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവസാനം ഡി സി ഇപ്പം മൊത്തത്തിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. ഇനിയും ഇങ്ങനെ 300-400 കോടി രൂപയൊക്കെ മുടക്കിയിട്ട് ഒന്നും കിട്ടാതെ വെറുതെ നശിപ്പിച്ച് കളയുന്നതിൽ നല്ലത് നിർത്തി പോകുന്നതാണ്. ഇനി പറയാനുള്ളത് ബാറ്റ്മാൻ 2 ആണ്. അത് ഡി സി യുവിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സിനിമയല്ല. ജോക്കർ 2 ഉണ്ട്, അതും ഡി സി യുവിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സിനിമയല്ല. അത് രണ്ടും സ്റ്റാൻഡ് അലോണായിട്ട് നിൽക്കുന്ന സിനിമകളാണ്. പക്ഷേ ഇനിയില്ല, ഡി സി മൊത്തത്തിൽ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുമ്പം നമുക്കൊരു വിഷമമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം സൂപ്പർമാൻ ലെഗസി ആയാലും കുറേ സാധനങ്ങൾ ഇനി വരാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇനി ഇല്ല എന്ന് പറയുമ്പം നമുക്കൊരു വിഷമമാണ്. ഇനി മേ ബി ഇവരുടെ ഇത് മാറ്റി നല്ല ഡയറക്ടറെ കൊണ്ടുവന്ന് ജെയിംസ് ഗണ്ണിനെ കൊണ്ടുവന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ജെയിംസ് ഗണ്ണ് വന്നതിന് ശേഷമാണ് അക്വാമാൻ റിലീസായത്, ബ്ലൂ ബീറ്റിൽ റിലീസായത്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്നൈഡറിന് 1-2 സിനിമകൾ കൊടുക്കുകയാണെങ്കിൽ സ്നൈഡർ ഭംഗിയായിട്ട് ചെയ്തിട്ട് നല്ല 2-3 ഹിറ്റുകളൊക്കെ ഉണ്ടാക്കും. ആ ഒരു കമ്പാക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർ ചെയ്തില്ല. അതായത് സ്നൈഡർ ആദ്യത്തെ ജസ്റ്റിസ് ലീഗ് ചെയ്യുന്ന സമയത്താണ് സ്നൈഡറിൻ്റെ മകൾ മരിച്ചു പോകുന്നത്. അങ്ങനെയാണ് സ്നൈഡർ ആ ഒരു പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുന്നതും അതിനുശേഷം ജെയിംസ് ഗണ്ണ് വരുന്നതും. ജെയിംസ് ഗണ്ണല്ലേ ആണെന്ന് തോന്നുന്നു. ജെയിംസ് ഗണ്ണാണോ ജെയിംസ് ഗണ്ണാണോ അവർ രണ്ടിൽ ആരോ ആണ് വരുന്നതും. ആ ഒരു സിനിമ, ആ ഒരു പ്രോജക്റ്റ് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം മാർവലിൽ നിൽക്കുന്ന സമയമാണ് ജെയിംസ് ഗണ്ണ്. അപ്പം ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെയോ കംപ്ലീറ്റ് ചെയ്യുന്നു, അത് വളരെ ഫെയിലിയർ ആവുന്നു. എന്നിട്ട് അതായത് സ്നൈഡർ എടുത്ത് വെച്ച സാധനം ഫുള്ളായിട്ട് ഇറക്കി വിട്ടപ്പോഴാണ് എന്താണ് ജസ്റ്റിസ് ലീഗ്, എന്താണ് കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, എന്താണ് ഫ്ലാഷ് എന്നുള്ള സാധനം വരെ മനസ്സിലാക്കിയെന്നുള്ളതാണ്. അപ്പം അത്രയും ഒരു സ്റ്റോറി വാല്യൂ ഉള്ളൊരു സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഒന്നുമില്ലാതാക്കി കളയുന്നത് അവരുടെ മാനേജ്മെൻറ്റ് തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടും അവരൊന്നും മാറ്റാനൊന്നും പോകുന്നില്ല. നിർത്തുവാണെങ്കിൽ നിർത്തട്ടെ എന്ന് പറയും. അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് വരുന്ന സീരീസുകൾ. അതിപ്പം സീരീസ് ആയാലും ടൈറ്റൻസ് എന്ന് പറയുന്ന ഒരു സീരീസ് വന്നു, പിന്നെ വേറൊരു സീരീസ് ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് നിർത്തി. ഇവരെല്ലാം ക്യാൻസൽ ചെയ്യുകയാണ്. ഓരോ സീരീസ് വരുമ്പോഴും നമ്മളൊന്നും പ്രതീക്ഷിച്ച് നിൽക്കും. ടൈറ്റൻസ് ഒരു അടിപൊളി സീരീസ് ആയിരുന്നു. കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സീരീസ് ആയിരുന്നു അത്. പക്ഷേ അതും ഒരു സമയമായപ്പോൾ ഓക്കെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, ക്യാൻസൽ ചെയ്യുകയാണ് ഷോ എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യുന്നു, അത് പോകുന്നു. ഡി സിയുടെ ഞാൻ കുറേ സീരീസുകൾ, അതായത് ബാറ്റ്മാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അവർക്കത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിർത്തുകയാണ്. ഇനി ഇത് ബ്ലൂ ബീറ്റിൽ പോലുള്ള കുറേ കുരുപ്പുകളെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ കാണിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. എന്തായാലും അവർക്കത് മതിയെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് അവസാനിപ്പിക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഡി സിയുടെ അവസാനം.